8 വർഷത്തോളം പൊന്നു പോലെ നോക്കിയ മകനെ തന്റെ കയ്യിൽ നിന്നും പറിച്ചെടുത്ത് കൊണ്ടുപോയപ്പോൾ അയാൾക്ക് സഹിച്ചില്ല. ഭാര്യയുടെ അവിഹിതം പോലും കണ്ടില്ലെന്ന് നടിക്കാൻ അയാൾ തയ്യാറായിരുന്നു. എന്നാൽ ഒരു കോടതി വിധിയുടെ ബലത്തിൽ സ്വന്തം ചോരയെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചപ്പോൾ ആ പിതാവിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു പുരുഷൻ എത്രത്തോളം സഹിക്കാൻ കഴിയും? സ്വന്തം ഭാര്യ ഖത്തറിൽ മറ്റൊരുത്തന്റെ കൂടെ കിടപ്പറ പങ്കിടുന്നതിന് ഫോട്ടോയും വീഡിയോയും ഒക്കെ കാണേണ്ടി വരിക. അതും ഫോട്ടോകളും വീഡിയോകളും ആരാണ് അയച്ചു കൊടുത്തത്? ഭാര്യയുടെ കാമുകൻ. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭർത്താവിന്റെ അവസ്ഥ എന്തായിരിക്കും ഊഹിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നാലും അയാൾ പിടിച്ചു നിന്നു. സ്വന്തം മകന് വേണ്ടി അയാൾ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അയാൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഏക കാരണം ആ മകനാണ്. അങ്ങനെയുള്ള ആ മകനെ തട്ടിയെടുത്ത പിന്നെ അയാൾ എന്ത് ചെയ്യും? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഒരു പുരുഷൻ എത്രത്തോളം സഹിക്കാൻ കഴിയുമെന്നുള്ളത്. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഭാര്യയുടെ വഴിവിട്ട് ജീവിതം കാണേണ്ടി വന്നിട്ടും അയാൾ പിടിച്ചു നിന്നത് സ്വന്തം മകൻ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ആ മകനും കൂടി പോയതോടെ തന്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് അയാൾക്ക് തോന്നിക്കാണണം, നെഞ്ച് പൊട്ടിക്കാണണം. അങ്ങനെ നിരാശയുടെ പടുകുയിൽ നിൽക്കുന്ന ഒരു നശിച്ച സമയത്ത് അയാൾ അത് തീരുമാനിക്കുകയാണ്. ഇനി ഞാൻ ജീവിക്കേണ്ട, എന്റെ ജീവിതം നശിച്ചുപോയി, ഞാനൊരു പരാജയമാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഒരു പുരുഷൻ എത്രത്തോളം സഹിക്കാൻ കഴിയും? നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞതാ. സ്വന്തം മകനെയും കൂടി നഷ്ടപ്പെട്ടതോടെ അയാൾ പിന്നൊന്നും ചിന്തിച്ചില്ല. അയാൾ സ്വയം ജീവനൊടുക്കി. ഇടുക്കി കുമളി സ്വദേശിയായിട്ടുള്ള ബസ് കണ്ടക്ടറായ രഞ്ജിഷിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് വൈകാരികമായി പോവുകയാണ്. ആ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? 8 വർഷം മുമ്പാണ് രഞ്ജിഷിന്റെ വിവാഹം കഴിയുന്നത്. വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോഴേക്കും ഭാര്യ ഖത്തറിൽ ജോലിക്ക് പോയി. അവിടെയുള്ള ഏതൊരുത്തനുമായി അവൾ അവിഹിതവും തുടങ്ങി. 3 വർഷം മുമ്പ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഭാര്യയുടെ അവിഹിതത്തെ കുറിച്ച് ആദ്യമായി രഞ്ജിഷ് അറിയുന്നത്. ഭാര്യയുടെ കാമുകൻ രഞ്ജിഷിന്റെ ഫോണിലേക്ക് ഭാര്യയും ആ കാമുകനും ഒരുമിച്ചുള്ള ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം അയച്ചു കൊടുത്തെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഭാര്യയുടെ ആ ബന്ധം രഞ്ജിഷ് അറിയുന്നത്. അന്ന് അയാൾ എത്രത്തോളം തകർന്നു പോയിട്ടുണ്ടാകുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? പക്ഷെ മകൻ തന്റെ കൂടെ ഉള്ളതായിരുന്നു രഞ്ജിഷിന്റെ ഏക ആശ്വാസം. അയാളെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഘടകം അതായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് മകനെ വിട്ട് കിട്ടാൻ വേണ്ടി ഭാര്യ കോടതിയിലേക്ക് പോയി. കോടതിക്ക് എന്താ വിഹിതം? പുരുഷന മനോവ്യതകൾക്ക് അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ വലിയ വില ഒന്നും ഇല്ലല്ലോ. അവിഹിതക്കാരാണെങ്കിലും കുഴപ്പമില്ല, സ്ത്രീയല്ലേ, അമ്മയല്ലേ. മകൻ അവളുടെ കൂടെ പോകട്ടെ എന്ന് കോടതി വിധി എഴുതി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യൻ ആദ്യം സ്വന്തം ഭാര്യ അയാളെ ചതിച്ചു. പിന്നീട് ഈ നാട്ടിലെ നിയമവും അയാളെ പിന്നിൽ നിന്നും കുത്തി വീഴ്ത്തി. ഇവിടെ രഞ്ജിഷിന്റെ സ്ഥാനത്ത് ഒരു പെണ്ണായിരുന്നു ഇങ്ങനെ ജീവൻ ഒടുക്കിയിരുന്നതെങ്കിൽ ഇവിടെ കവിതകളും ഉപന്യാസങ്ങളും രചിക്കപ്പെട്ടേനെ. ഇതിപ്പോ എന്താ, ഒരു ബസ് കണ്ടക്ടർ അല്ലേ? അവൻ മരിച്ചെങ്കിൽ അവന് പോയി. ആ ഒരു നിലപാടാണ് ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾക്കെല്ലാം. ഒരു മാധ്യമവും ഈ വാർത്ത കണ്ടതായി പോലും നടിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് കരുതി രഞ്ജിഷിന്റെ മരണത്തിന് ഉത്തരവാദിയായവരെ വെറുതെ വിടാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. അഡ്വക്കേറ്റ് റിനീസ് എടത്താടൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ രഞ്ജിഷിന് വേണ്ടി നീതി നേടിക്കൊടുക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. രഞ്ജിഷിന്റെ മരണത്തെ കുറിച്ച് അഡ്വക്കേറ്റ് റനീഷ് താൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തൊരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. രഞ്ജിഷിന്റെ വൈഫായിരുന്ന ആ സ്ത്രീയെ പിടിച്ചെന്ന് ചോദ്യം ചെയ്താൽ കൃത്യമായിട്ട് ഖത്തറിലുള്ള ആ രഞ്ജിഷിന്റെ വൈഫിന്റെ സുഹൃത്താരാണ്, എന്താണ് രഞ്ജിഷിന് അയച്ച മെസ്സേജ് എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഈ ഒരു കേസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇതൊരിക്കലും ഒരു ആത്മഹത്യയല്ലാട്ടോ, ഇതൊരു കൊലപാതകമായിട്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രഞ്ജിഷിന്റെ കുട്ടിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ളത് ഒരു മൂല കാരണമാണെങ്കിലും അതിന് പുറമെ ഈ പറയുന്ന രഞ്ജിഷിന്റെ വൈഫായിരുന്ന ആ പെൺകുട്ടിയുടെ കാമുകൻ രഞ്ജിഷിന്റെ അമ്മയുടെ ഫോണിലേക്കോ രഞ്ജിഷിന്റെ ഫോണിലേക്കോ 1-2 വീഡിയോസോ ഫോട്ടോസോ അയച്ചിട്ടുണ്ടായിരുന്നു വൺ ടൈം ആയിട്ട്. അത് കണ്ടതിന് ശേഷം ആത്മാഭിമാനം ഭയന്ന് രഞ്ജിഷ് വീട്ടിന്റെ പുറത്തിറങ്ങാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. ഒരിക്കലും കല്യാണം കഴിച്ചിട്ടില്ലാട്ടോ. അവർ ഖത്തറിൽ ഒരുമിച്ച് താമസം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഒഫീഷ്യലായിട്ട് അവർ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഞ്ജിഷിനെ സഹായിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ്. ദയവ് ചെയ്ത് മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ വിഷയം ഏറ്റെടുക്കണം. ഇതിനകത്തുള്ള സത്യം എന്താണെന്ന് തെളിയണം. അവന്റെ വൈഫായിരുന്ന ആ സ്ത്രീക്ക് കണ്ണിച്ചോരയില്ല എന്നുള്ളത് ഇന്നലെ ആ നാട്ടുകാരും ആ വീട്ടുകാരും മനസ്സിലാക്കിയാണ്. എന്തുകൊണ്ട് വെച്ചാൽ രഞ്ജിഷിന്റെ അവസാന അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി ആ മകനെ വിട്ടുകിട്ടാൻ വേണ്ടി നാട്ടുകാരും വീട്ടുകാരും പോയപ്പോൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അവസാനം നാട്ടുകാരുടെ സമ്മർദ്ദം കൂടിയപ്പോൾ പഞ്ചായത്തിന് ഒരു എഴുത്ത് കൊണ്ടുവന്നാൽ വിടാം എന്ന് പറഞ്ഞു. പഞ്ചായത്തിന് എഴുത്ത് കൊണ്ടുപോയപ്പോഴും വിട്ടില്ല. അവസാനം ആ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും കുടുംബ കോടതി പോകേണ്ടി വന്നു. കുടുംബ കോടതിയിൽ നിന്ന് 5 മണിക്കൂർ ആ കുട്ടിയെ വിട്ടുകിട്ടാനുള്ള ഓർഡർ കിട്ടിയ ശേഷമാണ് അവർ ആ കുട്ടിയെ വിട്ടുകൊടുക്കുന്നത്. സ്വന്തം അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു മകന്റെ അവകാശത്തെയാണ് അവർ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത്. ഒരു വിഷയത്തിലും ഒരു ഫോളോ അപ്പ് ഇവിടെ ചെയ്യാറില്ല, അങ്ങനെ ശീലമില്ല. പക്ഷെ ധാർമ്മികമായിട്ട് ഈ ഒരു വിഷയത്തിൽ ചെയ്യണം എന്ന് തോന്നിക്കൊണ്ട് ചെയ്തു പോകുന്നതാണ്. അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും ഒരു മകനെ വിട്ടുകൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു സ്ത്രീയാണ് അവരെന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാര്യത്തിലേക്ക് എന്ത് ന്യായീകരണമാണ് ഇവർക്ക് നൽകാൻ കഴിയുക? ഇതെന്തായാലും കേസെടുക്കണം. ഇതൊന്നും അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. കൊലപാതക കുറ്റം ചുമത്തിക്കൊണ്ട് തന്നെ കേസെടുക്കേണ്ട വിഷയമാണ്. പക്ഷെ അതൊന്നും നടക്കാൻ പോണില്ല, അത് വേറെ കാര്യം. ആത്മഹത്യാ പ്രേരണ കുറ്റെങ്കിലും ചുമത്തി കേസെടുത്താൽ മതിയായിരുന്നു. എന്തായാലും അഡ്വക്കേറ്റ് റനീസ് രഞ്ജിഷിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടോക്കാം. നമസ്കാരം, അഡ്വക്കേറ്റ് റിനേഷ് എടത്താടനാണ്. ഞാൻ ഇപ്പോൾ ഇടുക്കി കുമളിയിലേക്കുള്ള യാത്രയിലാണ്. ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഞാൻ രഞ്ജീഷിനായി വരും, അവനായി സംസാരിക്കും, അവൻ്റെ നീതിക്കായി ഞാൻ അവരുടെ കുടുംബാംഗങ്ങളായിട്ട് സംസാരിച്ച് നിയമയുദ്ധം ആരംഭിക്കാനായിട്ട് ഞാൻ വരുമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ ഇടുക്കി അവൻ്റെ വീട്ടിലേക്ക് കുമളിയിലേക്കുള്ള യാത്രാമധ്യയിലാണ്. നമുക്കറിയാം, ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടപ്പോൾ ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകളാണ് ഇത് വ്യൂ ചെയ്തതും
അതിനടിയിൽ വന്ന കമന്റുകൾ വായിച്ച് എനിക്ക് വളരെയധികം സന്തോഷമായി. എല്ലാവരും ആ രഞ്ജീഷിന്റെ ജസ്റ്റിസിനായി, രഞ്ജീഷിന്റെ നീതിക്കായി പൊരുതണമെന്നും അവരുടെ എല്ലാം സപ്പോർട്ട് രഞ്ജീഷിന് വേണ്ടി ഉണ്ടെന്നും ഈ കമന്റിലൂടെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സപ്പോർട്ട് അറിയിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് പോരാടിയാൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ എല്ലാവരോടും ഒരുമിച്ച് നിന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സ്വന്തം ഭാര്യയുടെ ചതിയിൽ കുട്ടിയെ വേർപ്പെടുത്തിയുള്ള ദുഃഖഭാരത്തിൽ രഞ്ജീഷ് നമ്മളെ വിട്ടുപോയി. എൻ്റെ രഞ്ജീഷ് ഇപ്പൊ ആദ്യം എനിക്കറിയാത്ത ഒരാളാണ്. ഇപ്പോൾ കേരളത്തിന്റെ മൊത്തമാണ് രഞ്ജീഷ്. നമ്മുടെ എല്ലാ സഹോദരനാണ് രഞ്ജീഷ്. ആ രഞ്ജീഷിന് വേണ്ടിയുള്ള നിയമയുദ്ധത്തിന്റെ ഭാഗമായിട്ട് നമ്മളതിന്റെ യാത്ര തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഇനിയും വേണം, തുടരണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നിയമയുദ്ധത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള വഞ്ചന കുറ്റത്തിൽപ്പെട്ട്, അതായത് സ്വന്തം ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന എന്താ പറയുക അനവധി പുരുഷന്മാർക്ക് ഒരു നീതി ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമ്മൾ രഞ്ജീഷിനായിട്ടുള്ള സമരത്തിനായിട്ട് ഒരുങ്ങുകയാണ്. നമസ്കാരം. ഇപ്പൊ നമ്മൾ രഞ്ജീഷിന്റെ വീട്ടിലാണ്. രഞ്ജീഷിന്റെ അച്ഛനുണ്ട് ഇവിടെ, രഞ്ജീഷിന്റെ അമ്മയുണ്ട്, രഞ്ജീഷിന്റെ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിൽ എന്താ സംഭവിച്ചെന്നുള്ളത് രഞ്ജീഷിന്റെ അച്ഛനൊന്ന് പറയും. അപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ രഞ്ജീഷിന് വേണ്ടിയിട്ട് നിയമയുദ്ധം തുടങ്ങുക, നിയമത്തിന്റെ വഴിയിൽ നീങ്ങിയിട്ട് രഞ്ജീഷിന് വേണ്ടി എന്തെങ്കിലും നീതി വലിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുള്ളൂ. രഞ്ജീഷ് നമ്മൾ വിട്ടുപോയി. ഇപ്പൊ രഞ്ജീഷിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമത്തിലൂടെ ആ കുറ്റകൃത്യം ചെയ്ത ആൾ, ആ വ്യക്തി, അതായത് ഭാര്യ, സ്വന്തം ഭാര്യനെ അതിന്റെ നിയമ നടപടികളിലൂടെ നടത്തി അതിനുള്ള തീരുമാനം ഉണ്ടാകും. അതെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കിനി ചെയ്യാൻ കഴിയുന്നതും അത് മാത്രമാണ്. രഞ്ജീഷ് മരിച്ചുപോയി, ഉള്ളുരുകിയാണ് അദ്ദേഹം സ്വയം ജീവൻ ഒടുക്കിയത്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നീതി ലഭിക്കണം. മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഭാര്യയെയും ഭാര്യയുടെ കാമുകനെയും ആരെയും വെറുതെ വിടരുത്. ബാക്കി കേട്ടോക്കെ എന്തായാലും എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിന്റെ തുടക്കം, എവിടെയാണ് ഇതിന്റെ തുടക്കം? എന്താ ഇവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ തുടക്കമാണ്. ജോലിക്ക് എവിടെ പോയി? ഖത്തറിൽ പോയി. ഖത്തറിൽ. ഖത്തറിൽ പോയി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? കല്യാണം കഴിഞ്ഞിട്ട് അന്ന് 2 വർഷം അവിടെ ജോലി ചെയ്ത് വരുന്ന വഴിയാണ് അവളാരുമായിട്ട് ഒരു ബന്ധത്തിലായി. ഏത്? ഖത്തറിൽ. ഖത്തറിൽ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മനസ്സിലായത്? മനസ്സിലായത് പിന്നെ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഫോണിലൂടെ അയച്ചു. ഫോണിലൂടെ അയച്ചു. ഏത്? ഈ ആ വ്യക്തി അങ്ങനെയാ അറിയുന്നത്. ഓ, അതായത് ഈ എന്താ പറയാ ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട് ആ ബന്ധത്തിലായിരുന്ന വ്യക്തി ഇങ്ങോട്ട് നമ്മുടെ രഞ്ജീഷിന്റെ മൊബൈലിലേക്ക് അനാവശ്യമായിട്ടുള്ള അവരുടെ ബന്ധത്തിനെ കുറിച്ചുള്ള ഫോട്ടോകൾ സ്വന്തം ഭർത്താവിന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ അറിയുന്നത്? എത്ര വർഷം കഴിഞ്ഞിട്ട് ഏകദേശം? അതിപ്പോ 3 വർഷം കഴിഞ്ഞു. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ഭാര്യ കാമുകനോടൊപ്പം കിടക്കുന്ന ഫോട്ടോകൾ കാമുകൻ തന്നെ ഭർത്താവിന് അയച്ചു കൊടുക്കുന്നു. സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? തകർന്നു പോകില്ല ആരായാലും. പക്ഷെ എന്നിട്ടും മകന് വേണ്ടി രഞ്ജീഷ് ജീവിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ആ മകനെയും ഭാര്യ തട്ടിയെടുത്തു. ഒരു വിധത്തിലും ഒരു മനുഷ്യന് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് വെച്ചാൽ ഇത് നേരെ തിരിച്ചൊരു പുരുഷനായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ എന്താവുമായിരുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വലിയ കോലാഹലം തന്നെ ഇവിടെ ഉണ്ടായേനെ. എപ്പോഴും അയാളുടെ അറസ്റ്റ് വരെ കഴിഞ്ഞിട്ടുണ്ടാവും. ഉള്ളത് പറയാലോ, നമ്മുടെ നിയമത്തിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന അമിതമായിട്ടുള്ള പരിഗണനയൊക്കെ ഒഴിവാക്കേണ്ട സമയം എന്നെ അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബാക്കിയുടെ കണ്ടോക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ ഫോട്ടോസോ അങ്ങനെ എന്തോ ഇയാൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അത് കണ്ടാൽ ഏത് ഭർത്താവിന് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അതായിരിക്കും കാരണം. അല്ലാതെ രഞ്ജീഷ് മരിക്കാനുള്ള യാതൊരു കാരണവും കാണില്ല. ഞാൻ ഇവിടുത്തെ സുഹൃത്തുക്കളോട് ചോദിച്ചു, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. അല്ല, അപ്പൊ മരണത്തിനുള്ള കാരണം ശ്രീരഞ്ജിനിയാണ്. ഉറപ്പാണ്. അപ്പൊ ഞാൻ ശ്രീരഞ്ജിനി അവളുടെ അമ്മയാണ് നമ്മുടെ മകനെ ഇത് ഈ ലെവലിലേക്ക് വെക്കാനുള്ള കാരണം. അപ്പൊ നമുക്ക് അതിന്റെ നിയമ നടപടികളിൽ പോകണമേ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകന് വേണ്ടി നീതി കിട്ടാൻ ഇതേ ഉള്ളൂ രക്ഷ. ഏറ്റവും കൂടുതൽ അവന്റെ കുഞ്ഞിനെ ഇവിടെ തള്ള വന്നുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് ജൂൺ 15 വരെ സ്കൂളിൽ പോരാ. ഇവിടെ വന്നിട്ട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലായിട്ടുള്ളൂ അല്ലെ? അപ്പൊ കുട്ടീനെ കാണിക്കാതുള്ള വിഷമവും പിന്നെ ഈ മെയിൻ്റനൻസ് കേസിന്റെ അറ്റാച്ച്മെന്റും എല്ലാം കൂടി ഒരു പ്രഷർഫുൾ സിറ്റുവേഷനിൽ എത്തിയാണ്. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചേക്കില്ല. ഇല്ല, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മൾ പരാതിയിൽ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾ എഴുതി കൊടുത്തിരുന്ന മരിച്ചതിന്റെ മാസ്റ്ററാണ് വന്ന് എഴുതിയത്. അത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സാണ്. അതൊരു കേസ് എടുക്കും നോർമൽ. ഇനി കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഈ മരണത്തിനുള്ള ഉത്തരവാദി, അതായത് എന്റെ മകന്റെ മരണത്തിനുള്ള ഉത്തരവാദി ഈ ശ്രീരഞ്ജിനി എന്നുള്ളതും ശ്രീരഞ്ജിന്റെ അമ്മയുമാണ്. അവരുടെ മാനസിക സമ്മർദ്ദവും പിന്നെ അയാളെ പ്രതികരണം, അതായത് ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അവനെ ഇതാക്കണം. കാരണം അവൻ ഇതിലേക്ക് അയച്ചു കൊടുത്തു, ഫോണിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ പരാതി കൊടുത്ത് അവിടുത്തെ കേസ് എടുപ്പിച്ച് FIR എടുപ്പിച്ച് അതിന്റെ രീതിയിൽ പോയില്ലെങ്കിൽ നമുക്കത് നീതി ലഭിക്കാൻ വൈകും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എല്ലാ സപ്പോർട്ടും നമ്മൾ തരും. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. വളരെ എന്താ പറയാ വിഷമമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അനുഭവിക്കുക ഇതുള്ളൂ നമ്മുടെ ഇത്. അത് അപ്പൊ ഇനി ഞാനൊരു റിക്വസ്റ്റ് പറയാണ്, ഇനി നീതിക്കായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും കേസ് നടക്കട്ടെ, രഞ്ജീഷിന് നീതി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നു. ഇനി രഞ്ജീഷിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കേൾക്കാനും കൂടി നമ്മൾ തയ്യാറാണ്. പക്ഷെ അറിഞ്ഞിടത്തോളം അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ന്യായമുള്ളതായിട്ട് തോന്നുന്നില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം, കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.